ഹലോ, നമസ്കാരം. ജീജാസ് ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല, തിരക്കുകൊണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ മമ്മൂട്ടിയെ പ്രേമിക്കാത്ത സ്ത്രീകളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന പടം ഇന്ന് 25ാമത്തെ ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അനാഥാലയത്തിൽ കുറച്ച് അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇരിക്കുന്ന പാവപ്പെട്ടവരായ അനാഥരായ അമ്മമാർക്ക് അന്നം നൽകിക്കൊണ്ട് ഈ ആഘോഷിക്കാനായിട്ട് എന്നെയും കൂടി ക്ഷണിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് സന്തോഷം എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുടുംബസമേതം അങ്ങോട്ട് പോവുകയാണ് ബ്രഹ്മയുഗം ആഘോഷത്തിന് വേണ്ടി മമ്മൂട്ടി ഫാൻസിനോടൊപ്പം. നമുക്ക് കാണാം അവിടുത്തെ എല്ലാ വിശേഷങ്ങളും. ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. ഇവിടെ വന്നിരുന്നത് ഞാൻ വിളിച്ചിട്ടാണ് എനിക്ക് അർജന്റായിട്ടായിരുന്നു വന്നിരിക്കുന്നത്. അതെന്നോടുള്ള ബഹുമാനമായ സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് മേനോൻ, കാർത്തിക, ഞങ്ങളെല്ലാം അവിടെ നന്ദി പറയുകയാണ്. പിന്നെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവനുണ്ട്. എല്ലാ സ്ത്രീകളും പ്രേമിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്നാണ് ഞാൻ പറയാം. ആ മനുഷ്യനെ മനസ്സോട്ട് പ്രേമിക്കും, ഞാനടക്കമുള്ളവർ പ്രേമിക്കും. കാരണം പുരുഷനെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. അത്രയും ആരോഗ്യം, അത്രയും സൗന്ദര്യം, അത്രയും കഴിവ്, അത്രയും ദയ, എല്ലാവരോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് മമ്മൂട്ടിയെ നമ്മളെല്ലാവരും സ്നേഹിച്ചു പോകുന്നത്. സത്യമായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുന്ന അമ്മമാരെ കാണാൻ അദ്ദേഹം ഓടിയെത്തും. അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം ദുബായിലാണെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഇന്നത്തെ ഈ പരിപാടിയും ഫോട്ടോ ഒക്കെ ഞാൻ മമ്മൂക്ക അയച്ചു കൊടുക്കും, ഒരു സംശയം വേണ്ട. ഇത് അറിയാൻ തീർച്ചയായിട്ടും അദ്ദേഹം വിളിക്കുമെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ ഒരു മനുഷ്യനാണ്, മനുഷ്യ ഹൃദയമുള്ള ഒരു ആർട്ടിസ്റ്റ്. എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ച ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക. എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ ഇത്രയും ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഈ മക്കളെല്ലാം അദ്ദേഹത്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇങ്ങനെയൊരു സ്ഥലം നിങ്ങളെല്ലാവരും സ്വീകരിച്ചത് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് വിളിച്ചാൽ സമയം കണ്ടെത്തി ഓടിയെത്തിയത്. കാരണം നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയാണ് ഞങ്ങളെല്ലാവരും അറിയിക്കുന്നത്. എന്തായാലും ഇനിയും മമ്മൂക്കയുടെ പടം, ഈ മമ്മൂക്ക അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും കോടികളിൽ എത്തട്ടെ, ജനഹൃദയങ്ങളിൽ എത്തട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസും ഈ സൗന്ദര്യവും എന്നും നൽകട്ടെ, ആരോഗ്യവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. സീരിയലൊക്കെ കാണാറുണ്ടോ? ആണോ? അപ്പൊ നമ്മളൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ശരിക്കും ഇന്നലെ ലേറ്റ് നൈറ്റ് ഷൂട്ട് പോയായിരുന്നു കേട്ടോ. ശരിക്കും ഹൃദയത്തിന്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ 2:30 വരെ ഷൂട്ട് പോയി. അപ്പോൾ ഉറക്കക്ഷീണം കാരണം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഉറങ്ങാൻ നമ്മളാണ് ചേച്ചി വിളിച്ചത്. അപ്പൊ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, രാത്രി ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുകയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മൂക്ക എന്ന് പറയുന്നത് ഞാൻ ജനിച്ചപ്പം മുതൽ ഞാൻ കാണുന്ന വലിയൊരു മനുഷ്യനാണ്, നല്ലൊരു ആക്ടർ, അതിനുപരി വലിയൊരു മനസ്സുള്ള ഒരു മനുഷ്യൻ. മമ്മൂക്കയുടെ പടം
ഇത് 25th ഡേ അല്ലേ? ഇപ്പോൾ നമ്മൾ 50, 100ലേക്കുള്ള ഒരു എയിമിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീസെന്റ് മൂവീസാണ്. പിന്നെ 2 പ്രാവശ്യം ഞാൻ കണ്ടു. Thank you.